കൊള്ളാലോ. പിന്നെ എന്തൊക്കെയുണ്ട് ഗോജി സാറ്? ഇന്ന് ഏത് കണ്ടുപിടുത്തം കാണിച്ചു തരാനാ സാർ ഇത്ര കിടന്ന് ഉത്സാഹിക്കുന്നത്? അതെ ബൽവന്ത്, ആദ്യം താനൊരു കപ്പ് ചായ എടുത്ത് കുടിക്കേ, എന്നിട്ട് ഞാൻ കണ്ടുപിടുത്തത്തെക്കുറിച്ച് പറയാം. പോയി കൊള്ളാലോ. സ്പെഷ്യൽ ചായ കുടിക്കാൻ സ്പെഷ്യൽ റൂം ഉണ്ടോ? അയ്യോ, ഇതെന്താ പെട്ടെന്നൊരു പുകപടലം ഉണ്ടായത്? തണുത്ത മേഘങ്ങൾക്കിടയിൽ നിന്ന് ചൂട് ചായ കുടിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഹായ് അനന്തരവാ, നീ വന്നോടാ. വാ വാ, നമുക്ക് അത്തല പിത്തളം തവളാച്ചി കളിച്ചാലോ? അമ്മാവാ, ഞാൻ ഇന്നൊരു മാർഷൽ ആർട്സ് ഫിലിം കണ്ടു. ആ സ്റ്റെപ്പ് നമ്മുടെ കളിയിൽ കൂട്ടിച്ചേർത്താലോ? എന്ത് പറയുന്നു? അത് കൊള്ളാലോ. അത്തല പിത്തളം തവളാച്ചിയിലും മാർഷൽ ആർട്സ്. അതെന്തായാലും അടിപൊളിയായിരിക്കും. അത്തള പിത്തള തവളാച്ചി, ചുക്കുമറിക്കണ ചൂലാപ്പി. നീ എന്റെ അനന്തരവൻ, ഞാൻ നിന്റെ അമ്മാവൻ. അല്ല അനന്തരവാ, എന്റെ പുതിയ കണ്ടുപിടുത്തം വിജയിച്ചിരിക്കുന്നു. ഇതാ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു അമ്മാവന്റെ ക്ലോൺ. ക്ലോണ്? സാറേ, ക്ലോൺ എന്ന് വെച്ചാ എന്താ? ക്ലോൺ എന്ന് വെച്ചാൽ കാഴ്ചയിലും സംസാര രീതിയിലും ശബ്ദവും സ്വഭാവങ്ങളും എല്ലാം നിങ്ങളെ പോലെ തന്നെയായിരിക്കും. അത് മാത്രമല്ല, എക്സ്പെരിമെന്റ് നടത്തുന്ന നിമിഷം വരെ നിങ്ങൾക്കറിയാവുന്നതെല്ലാം ഈ ക്ലോണിനും അറിയാം. വിശ്വാസം ഇല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കോ. എന്നാ ക്ലോണമ്മാവാ, ഇനി പറഞ്ഞാട്ടെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? അതെനിക്കറിയാം പോലീസ് മാഡം. മാഡത്തിന് ഇഷ്ടപ്പെട്ട കാര്യം മേക്കപ്പ് തന്നെയാണ്. ശരി ക്ലോണമ്മാവാ, ഇനി ഒന്ന് നൃത്തം ചെയ്ത് കാണിച്ചേ. അതെ, ഇല്ലെന്റെ ഈ ഡാൻസ് ഒന്ന് നിർത്തുവോ? നീ എന്റെ ക്ലോണാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നിങ്ങളൊരു മഹാസംഭവം തന്നെ. ഇതിന് ഞങ്ങൾ കുറച്ചേരത്തേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? ചെറിയമ്മയെ കൺഫ്യൂസ് ചെയ്യുമ്പോ നല്ല രസമായിരിക്കും. തീർച്ചയായിട്ടും കൊണ്ടുപോയിക്കോ. ഈ ക്ലോണിന്റെ ദേഹത്ത് വെള്ളം നനയാതെ നോക്കണം. അധികം വൈകാതെ തന്നെ ക്ലോണിനെ ലാബിലേക്ക് കൊണ്ടുവരണം. ഇവിടെ കുറച്ച് എക്സ്പെരിമെന്റ് കൂടി ചെയ്യാൻ ബാക്കിയുണ്ട്. ഇതിലിനി ഞാനൊരു അടയാളം വരയ്ക്കാം. കാരണം ചാച്ചയെയും ക്ലോണിനെയും കണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാനിടയാവരുത്. അതെ, ഞാനിവിടെ ഉണ്ട്. എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തേ. ഞാൻ ഇപ്പൊ കൊണ്ടുവരാൻ ചേട്ടാ. ചേട്ടൻ അവിടെ പുറത്തിരിക്കല്ലായിരുന്നോ? അകത്തേക്ക് വന്നത് എപ്പോഴാണ്? ചിലപ്പോ എനിക്ക് കണ്ടതായിട്ട് തോന്നിയതായിരിക്കും. അതെ, എന്ത് പറ്റി? വെള്ളം ഇനിയും കൊണ്ടുവന്നില്ലല്ലോ. ഹായ് ചെറിയമ്മേ. എന്റെ മോനെ, നീ എന്നെ ഒന്ന് ചെക്ക് ചെയ്യടാ. എനിക്ക് പനിയൊന്നുമില്ല. എവിടെ നോക്കിയാലും പക്ഷെ ചാച്ചയെ കാണുന്ന പോലെ എന്റെ ചെറിയമ്മേ, അമ്മാവനെ അത്ര സ്നേഹിക്കുന്നുണ്ടോ? എവിടെ നോക്കിയാലും അമ്മാവനെ കാണുന്ന പോലെ തോന്നുന്നു. ഇതെന്താ രണ്ട് അമ്മാവന്മാര്? എനിക്ക് ഭ്രാന്ത് വല്ലതുണ്ടോ? ഓഹോ, ഒന്ന് സമാധാനിക്ക് ചെറിയമ്മേ. ഇതാണ് യഥാർത്ഥ അമ്മാവൻ. അത് പിന്നെ അമ്മാവന്റെ ക്ലോൺ. ക്ലോണോ? എന്റെ തല കറങ്ങുന്നു. ചെറിയമ്മേ, ഈ വെള്ളം കുടിക്ക്. നീ ഇങ്ങനെ പരിഭ്രമിക്കുന്ന എന്തിനാണ്? ചെറിയമ്മേ, ഞാൻ എല്ലാം പറഞ്ഞുതരാം. എന്റെ ബൽവന്ത് ചേട്ടാ, എനിക്ക് യഥാർത്ഥ ലോകം ഒരുപാട് ഇഷ്ടമായി. നിങ്ങളുടെ ലോകത്ത് സമാധാനത്തോടെ ഇരുന്ന് പത്രം വായിക്കാൻ സാധിക്കും. ചെറിയമ്മ നിങ്ങൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി തരും. അനന്തരവനാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ആ ലാബിലേക്ക് ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല. ലാബിലേക്ക് നിങ്ങൾ തന്നെ പോയാ മതി. ഞാൻ ഇനി മുതൽ ഇവിടെ ജീവിച്ചോളാം. താൻ എന്തൊക്കെയായി പറയുന്നത്? നീയാണ് ക്ലോൺ അമ്മാവൻ, അതുകൊണ്ട് നീയാണ് ലാബിലേക്ക് തിരിച്ചു പോകേണ്ടത്. ഞാനാണ് യഥാർത്ഥ അമ്മാവൻ എന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ജീവിച്ചോളാം. നോക്കാലോ ആരാണ് യഥാർത്ഥ അമ്മാവനാവാൻ പോകുന്നതെന്ന്. എന്നാ വാ ക്ലോണമ്മാവ, നമുക്ക് ലാബിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായി. ഇതാണ് ക്ലോണ്. അവനെ കൂട്ടിക്കൊണ്ട് പോയാ മതി. അല്ല, വെറുതെ എന്തിനാ കളിക്കാൻ നിൽക്കുന്നത് മോനെ? ഞാനാണ് യഥാർത്ഥത്തിലുള്ള അമ്മാവൻ. ഇതാണ് മാഡം ക്ലോൺ. ഇവനെ ലാബിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. കണ്ടില്ലേ, എന്റെ പുറകിൽ മാർക്കൊന്നുമില്ല. അതായത് ഞാനാണ് യഥാർത്ഥത്തിലുള്ള അമ്മാവൻ.
പക്ഷേ എന്റെ കഴുത്തിൽ മാർക്കൊന്നും ഇല്ല മാഡം. ഇവൻ ആ മാർക്ക് തുടച്ചു കളഞ്ഞു എന്നാ തോന്നുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, ഞാനാണ് യഥാർത്ഥത്തിലുള്ള ഏതാണ് അമ്മാവൻ. അമ്മാവനെന്നും ഏയ്, ഏതാണ് അല്ല, ഞാനാണ് ക്ലോണെന്നും അമ്മാവൻ. കണ്ടുപിടിക്കാൻ ഞാനാണ്. ഞാൻ ഈ ക്ലോണിനെ നിർമ്മിച്ചത് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ്. അതുകൊണ്ട് യഥാർത്ഥ അമ്മാവനെയും ക്ലോണിനെയും മനസ്സിലാക്കാൻ എനിക്ക് പോലും പറ്റുന്നില്ല. പറഞ്ഞത് കേട്ടില്ലേ, യഥാർത്ഥ അമ്മാവൻ ഞാനാണ്. മിണ്ടിപ്പോകരുത്. ക്ലോണിന്റെ മോനെ, യഥാർത്ഥ അമ്മാവൻ ഞാനാണ്. ക്ലോണിന് മേൽ വെള്ളം നനഞ്ഞതുകൊണ്ട് ഷോർട്ട് സർക്യൂട്ട് ആയെന്നാ തോന്നുന്നത്. ഞാൻ മാത്രമാണ് കുറ്റക്കാരൻ. എക്സ്പെരിമെന്റ് നടത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ബൽബന്തിനെ പോലെ തന്നെ ക്ലോണിനും അറിയാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? എക്സ്പെരിമെന്റ് നടത്തുന്നത് വരെ ഐഡിയ. ഇതിലേതമ്മാവനാണ് ഞങ്ങളുടെ കളിയുടെ പുതിയ സ്റ്റെപ്പ് അറിയാന്ന് നോക്കാം. അത്തള വിത്തളയല്ലേ? അതെനിക്കറിയാലോ. ദേ കണ്ടോ, അത്തള വിത്തള തവളാച്ചി ചുക്കുമറിക്കണ ചൂലാപ്പി. നീയാണ് അനന്തരവൻ, ഞാനാണ് അമ്മാവൻ. അപ്പൊ നിങ്ങള് തന്നെയാ എന്റെ ഭർത്താവ്. ലാബിലേക്ക് പോവാനുള്ള വഴി നോക്ക് ക്ലോൺ അമ്മാവ. ഞാനാണ് യഥാർത്ഥ അമ്മാവനെന്ന് പറഞ്ഞാലെന്താ നിങ്ങൾ വിശ്വസിക്കാത്തത്? ഞാൻ നിന്നെ കാണാതെ എങ്ങനെ ജീവിക്കും അനന്തരവാ? നിക്ക്. ഞാൻ പറഞ്ഞത് പുതിയ സ്റ്റെപ്പിനെ പറ്റിയാ. അതായത് മാർഷൽ ആർട്സിന്റെ സ്റ്റെപ്പ് ഉള്ളത്, അത് കാണിക്കണം. എനിക്കതറിയാം, മാർഷൽ ആർട്സ് ഉള്ള അത്തള പിത്തള. ഇതാ കണ്ടോ, മാർഷൽ ആർട്സ് സ്റ്റെപ്പുള്ള അത്തള പിത്തളയോ? ഇതെന്ത് കളിയാണ്? അത്തള പിത്തള തവളാച്ചി ചുക്കുമറിക്കണ ചൂലാപ്പി. നീയാണ് അനന്തരവൻ, ഞാനാണ് അമ്മാവൻ. ഇതാണ് യഥാർത്ഥ അമ്മാവൻ. ക്ലോണിന് അമ്മാവന്റെ എല്ലാം അറിയായിരുന്നു, പക്ഷെ എക്സ്പെരിമെന്റിന്റെ മുന്നിലുള്ളത് മാത്രം. പക്ഷെ ഈ പുതിയ സ്റ്റെപ്പ് ഞാൻ അമ്മാവൻ എക്സ്പെരിമെന്റ് കഴിഞ്ഞാ പറഞ്ഞു കൊടുത്തേ. അതുകൊണ്ട് ക്ലോണിന് പുതിയ സ്റ്റെപ്പ് അറിയില്ല. എന്റെ പൊന്നെ അനന്തരവാ, നിന്റെ ബുദ്ധിസാമർഥ്യം എനിക്കറിയാലോ. കൊള്ളാം കൊള്ളാം. ദേ ആ ക്ലോൺ ഓടി രക്ഷപ്പെടുന്നു, അവനെ പിടിക്കേ. അത് നമുക്ക് അമ്മാവന്റെ ദേഹത്തൊരു മാർക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ വീണ്ടും കൺഫ്യൂഷൻ ആവും. ഐഡിയ ഞാനും എഴുതി വെക്കുന്നുണ്ട്. ഓയ്, ദേ ആ ക്ലോൺ, അവനെ പിടിക്കേ. അമ്മാവനോ? ദേ വേറൊരു അമ്മാവൻ. താനിത് ജോലിക്ക് വന്നില്ല. മറ്റേ സാലറിയിലെ 50 രൂപ അയ്യോ വല്ല സാറേ, സാറിനൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? താനെന്നെ അപമാനിച്ചു അല്ലേ? തന്നെ ഞാനിത് വേറെ വിടില്ല. എന്റെ പല്ല സാറ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തവനെ പിടിക്കാനാ ഞാൻ ഓടുന്നത്. എന്റെ കൊച്ചിനെ കരയിക്കുന്നോടാ. എന്നാ പിടിച്ചോ, എന്നാ പിടിച്ചോ. എടോ ഒന്ന് നിൽക്കടാ ക്ലോണേ, നിന്നെ ഞാനിന്ന് പിടിക്കും, നോക്കിക്കോ. ഞാൻ ക്ലോണിനെയാണോ പിടിക്കാൻ ഓടുന്നത്, അതോ ക്ലോൺ എന്നെ പിടിക്കാൻ വരികയാണോ? എടോ ഞാനാണ് യഥാർത്ഥത്തിലുള്ള അമ്മാവൻ, അനന്തരവാ. ഞാനാണ് യഥാർത്ഥത്തിലുള്ള അമ്മാവൻ. എന്റെ കോജി സിംഗ്, നീ ഇങ്ങനൊരു ക്ലോണിനെയാണല്ലോ കണ്ടുപിടിച്ചത്. കയ്യിൽ ഞാനാണ് യഥാർത്ഥ അമ്മാവൻ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതാണ് എന്റെ യഥാർത്ഥ അമ്മാവൻ. ഡിങ്കിലക്ക് ലക്ക് ലക്ക് ഡിങ്കിലക്ക് ലക്ക് ലക്ക് ഡിങ്കിലക്ക് ലക്ക് ലക്ക് ഡിങ്കി ഡക്ക്. രണ്ടുപേരുടെയും കയ്യിൽ യഥാർത്ഥ അമ്മാവനാന്ന് എഴുതിയിട്ടുണ്ടല്ലോ. പക്ഷെ ഇതാണ് എന്റെ യഥാർത്ഥ അമ്മാവൻ. താൻ മിടുക്കണാണ് ക്ലോൺ, പക്ഷെ ഇവിടെ ഏൽക്കൂല. നിങ്ങളുടെ കയ്യിൽ എഴുതിയിരിക്കുന്നത് എന്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല. അമ്മാവൻ നിങ്ങളിവിടെ നിൽക്ക്, അല്ലെങ്കിൽ ഈ ആയുസ് മുഴുവനും അമ്മാവനും ക്ലോണും തമ്മിലുള്ള കളി തുടർന്നുകൊണ്ടിരിക്കും. ആ ക്ലോൺ രക്ഷപ്പെട്ടല്ലോ, ഇനി നമ്മൾ അതിനെ എവിടെ ചെന്ന് അന്വേഷിക്കും?
നമ്മളിനി ക്ലോണിനെ തേടി പോകുന്നില്ല. ക്ലോൺ സ്വയം നമ്മുടെ അടുത്തേക്ക് വരും. അമ്മാവന് ജിലേബി നല്ല ഇഷ്ടമാ. അപ്പൊ ക്ലോണിനും ഇഷ്ടമായിരിക്കുമല്ലോ. ജിലേബിയുടെ മണം കിട്ടിയ അമ്മാവൻ ഓടിയെത്താറുണ്ട്. അപ്പോ നമ്മുടെ ക്ലോണും ഓടിയെത്തുമല്ലോ. ക്ലോൺ സ്വയം മറന്ന് പുറത്തേക്ക് വന്നത് കണ്ടില്ലേ? അതുപോലെ സ്വയം ഈ ക്ലോൺ ഗോജിയങ്ങളുടെ ലാബിലേക്ക് ഓടിയെത്തും. അതെങ്ങനെയാണടാ കൊച്ചേർക്ക? അമ്മാവന് ഡോഗ്സിനെ ഒരുപാട് പേടിയാ. അപ്പൊ ഈ ക്ലോണിനും പേടിയായിരിക്കുമല്ലോ. കോജിയങ്കിൾ, ആ റോബോട്ടിക് ഡോഗ് റെഡിയല്ലേ? എപ്പോഴേ തയ്യാറാണ്. ഞാൻ ഇതിനകത്ത് ലാബിലേക്ക് പോകാനുള്ള വഴി ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഡോഗ് തന്നെ ക്ലോണിനെ ലാബിനകത്തേക്ക് ഓടിച്ചു കയറ്റും. അവസാനം ക്ലോൺ അതിന്റെ സ്വസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. ഞങ്ങളോടുടുക്കാമെന്ന ഉടച്ച് കൈ തരും ഞങ്ങള്. ഏത് വലിയ കൊലകൊമ്പനെയും മുട്ടുകുത്തിക്കും ഈ അമ്മാവനും. അനന്തരവനും